ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുല. ഹെറോൺസ് ഫോർമുലയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ഒരു ചാപ്റ്ററിനകത്തെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിലൂടെ എങ്ങനെയാണ് ഹെറോൺസ് ഫോർമുല വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്ത് ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിൾസ് എടുക്കണം എന്നുള്ളത്. ബാക്കി ആരുടെ റിപ്ലൈയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു ചാപ്റ്റർ തീരുന്നവരെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം ഏത് ചാപ്റ്ററാണ് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്റർ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട്, അതായത് ഹെറോൺസ് ഫോർമുല കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ചാനൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസി ഹോംവർക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുലയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിനകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രയാങ്കുലർ പാർക്ക് എ ബി സി ഹാഡ് സൈഡ്സ് 120 മീറ്റർ, 80 മീറ്റർ ആൻഡ് 50 മീറ്റർ. ഫിഗർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. എ ഗാർഡനർ ഡാനിയ ഹാസ് ടു പുട്ട് എ ഫെൻസ് ഓൾ അറൗണ്ട് ഇറ്റ്. Okay, and also plant grass inside. How much area does she need to plant? Find the cost of fencing it with barbed wire at the rate of 20 rupees per meter, leaving a space 3 meter wide for a gate on one side. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഒരു ട്രയാങ്കുലർ പാർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ട്രയാങ്കുലർ പാർക്കിന് ചുറ്റും എന്ത് കെട്ടണം? മതിൽ കെട്ടണം. ഓക്കെ. ഈ ട്രയാങ്കുലർ പാർക്കിന് ചുറ്റും വേലി കെട്ടണം. ആൻഡ് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പാർക്കിൻ്റെ ഇവിടെ കണ്ടോ, ഇതാ ഈ ഒരു പോർഷനിൽ ഗേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വിടണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്രീൻ പ്ലാന്റ്സ് വെക്കണം. കണ്ടോ, ഈ ഗ്രീൻ കളർ കൊണ്ട്, ഈ ഗ്രീൻ ഇങ്ക് കൊണ്ട് ഷെയ്ഡ് ചെയ്തത് മൊത്തം ഏരിയ, ആ ഏരിയയിൽ മൊത്തം ആ ട്രയാങ്കുലർ പാർക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് പ്ലാന്റ്സ് വെക്കണം. ദെൻ ഈ ട്രയാങ്കുലർ പാർക്കിന് ചുറ്റും വേലി കെട്ടണം, മതിൽ കെട്ടണം. ദെൻ ഇവിടെ ഒരു 3 മീറ്റർ എന്തിനു വേണ്ടിയിട്ട്? ഗേറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്പേസ് ഇടുകയും വേണം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത്, അതായത് ട്രയാങ്കുലർ പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാന്റ്സ് ഇടുന്നതിന് നമുക്ക് എന്ത് വേണം? പ്ലാന്റ്സ് ഇടാനായിട്ട് അവിടെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ. ആ ട്രയാങ്കുലർ പാർക്കിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാലേ അതിനകത്ത് പ്ലാന്റ്സ് എത്രയാണ് ആക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ചുറ്റും വേലി കെട്ടണം. വേലി കെട്ടാനായിട്ട് അതിൻ്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ വേലി പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ലൈൻ, അതായത് ഒരു ബാർബിഡ് വയർ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ കെട്ടാൻ പോണത്. അപ്പോൾ ആ വയറിന് ഒരു മീറ്ററിന് 20 റുപ്പീസാണ്. ഓക്കെ. ഒരു മീറ്ററിന് 20 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വയർ വേണ്ടി വരും എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിന് ഈ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് മുൻപ് എന്ത് ചെയ്യണം? ഗേറ്റിന് വേണ്ടിയുള്ള സ്പേസ് അവിടെ വിടുകയും വേണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഓക്കെ. തന്നിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രയാങ്കുലർ പാർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് 3 സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് തന്നിട്ട്? 50, ബി എന്ന് പറയുന്നത് 120, സി എന്ന് പറയുന്നത് 80. ഓക്കെ. 50, 120, 80 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 3 സൈഡ് നമുക്ക് കിട്ടി കേട്ടോ. ഇനി ഇതിൻ്റെ പെരിമീറ്റർ അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. പെരിമീറ്റർ എത്രയായിരിക്കും? ഈ 3 സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും പെരിമീറ്റർ. എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും പെരിമീറ്റർ. അതായത് ട്രയാങ്കുലർ പാർക്കിൻ്റെ ചുറ്റുമുള്ള
മൂന്ന് സൈഡും തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ അത് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 50 + 80 + 120. ആൻസർ എത്രയാണ് കിട്ടുന്നത്? 120 + 80 250 എന്ന് കിട്ടും. 250 മീറ്റർ. ഈ എല്ലാ അളവുകളും മീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ 250 മീറ്റർ ആണ് പെരിമീറ്റർ എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാസ് പ്ലാന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഹെറോൺസ് ഫോർമുല അനുസരിച്ചിട്ട് A is equal to √S into S minus A into S minus B into S minus C. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെരിമീറ്ററിൻ്റെ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 250 ആണെങ്കിൽ എസ് എന്തായിരിക്കും? ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. എത്രയാണ്? 250 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 125 മീറ്റർ. എസ് കണ്ടുപിടിച്ചു. എത്രയാണ്? 250 ഡിവൈഡഡ് ബൈ 2. അത് ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ആണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് 125 മീറ്റർ എന്ന് കിട്ടി. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? ഈ ഏരിയൻ്റെ ഇക്വേഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് എസ് മൈനസ് എ കണ്ടുപിടിക്കാം, എസ് മൈനസ് ബി കണ്ടുപിടിക്കാം, എസ് മൈനസ് സി കണ്ടുപിടിക്കാം. എസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എത്രയാ? 125 ആണ്. 125 മൈനസ് 50 അല്ലേ? 125 മൈനസ് 50 അത് എത്രയാണ് കിട്ടുന്നത്? 125ൽ നിന്ന് 50 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 75 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എസ് മൈനസ് ബി കണ്ടുപിടിക്കണം. 125 മൈനസ് 80. ഓക്കെ, അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 45 എന്ന് കിട്ടുന്നുണ്ട്. ദെൻ 125 മൈനസ് 120 അത് എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ ആ 3 വാല്യൂസ് അവിടെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. ഏരിയ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് ഡയറക്റ്റ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു √ഓഫ് എസ് എത്രയാണ്? 125 ഇൻറ്റു 125 ഇൻറ്റു എസ് മൈനസ് എ എത്രയാ? 75. എസ് മൈനസ് എ എത്രയാണ്? 75. ഓക്കെ, 75 ഇൻറ്റു എസ് മൈനസ് ബി എത്രയാണ്? 45. 45 ഇൻറ്റു എസ് മൈനസ് സി എത്രയാണ്? 5. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് 125 ഇൻറ്റു 75 ഇൻറ്റു 45 ഇൻറ്റു 5 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാം. √125 ഇൻറ്റു √75 ഇൻറ്റു √45 ഇൻറ്റു √5. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും റൂട്ട് നമുക്കിവിടെ ഇതിനെ നമുക്ക് എന്താ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് √125ന് ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 2 ടൈംസ് 10 വരും. 10 12 ആവാൻ 2 പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ 25 5 ടൈംസ്. ദെൻ 5ൽ 5 ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? നമുക്ക് 5ൽ നിന്ന് 2 വീതമുള്ള ഗ്രൂപ്പ് ആക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 2 5 ഉണ്ട്. ഈ 5ന് കൂട്ടില്ലേ? അപ്പോൾ ആ 5 അവിടെ ഒറ്റപ്പെട്ട് നിൽക്കും. ഈ 2 5ൽ നിന്ന് നമ്മൾ ഒരു 5 എടുക്കാം. ഓക്കെ, ഈ 2 5ൽ നിന്ന് എടുക്കുന്ന 5 ആണ് ഇത്. ഈ ഒരു 5നെ നമ്മൾ റൂട്ടാക്കാം. √5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ? 75ൻ്റെ കണ്ടുപിടിക്കണം. 75നെ അതുപോലെ ഫാക്ടറൈസേഷൻ ചെയ്യാം ഒരു വട്ടം. ദെൻ 1 ഇൻറ്റു 5 5. 5 7 ആവാനായിട്ട് 2 വരും. 2 ഇവിടെ കൊടുക്കുമ്പോൾ 25 വരും. അഗെയിൻ 5. 15ൽ 3 ടൈംസ് ആണ് പോവുക. ഇനി അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഇവിടെ 2 വീതമുള്ള ഗ്രൂപ്പ് ആക്കുമ്പോൾ ഇവിടെ 5ൽ നിന്ന് ഒരു 5 പുറത്തെടുത്തു. ദെൻ ഇവിടെ എന്താ? 3ക്ക് കൂട്ടൊന്നുമില്ല. സോ 3നെ നമ്മൾ റൂട്ടായിട്ട് ഇട്ടു. ഓക്കെ, അപ്പോൾ 5 √3 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഏതാണ്? 45 അല്ലേ? 45 അല്ലേ?
45നെ ഇതേപോലെ തന്നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. ദെൻ 3. ഇവിടെ ഇപ്പം എന്താ വരുന്നത്? 3√5 എന്നാണ് കിട്ടുന്നത്. 3√5 എന്നാണ് കിട്ടുന്നത്. കണ്ടോ? കാരണം 3നെ മാത്രമേ അവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റപ്പെട്ട് നിൽക്കുന്നത് 5 ആണ്. 5നെ നമ്മൾ റൂട്ടിലാക്കി. സോ 3√5. അപ്പം എല്ലാം കിട്ടി. ഇനി നമ്മൾ അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. 125നെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയത്? 5√5 എന്ന് എഴുതി. ഇൻറ്റു √75നെ നമ്മൾ എന്താ മാറ്റിയത്? 5√3 ഇൻറ്റു ഇനി 45നെ 3√5. ഇനി ഇവിടെ √5 അവിടെ തന്നെ ഉണ്ട്. സോ ഇൻറ്റു √5. ഓക്കെ, ഇനി ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലായിടത്തും എഴുതി. ഇനി എന്ത് ചെയ്യണം? വോൾ നമ്പർ പാർട്സ് എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വോൾ നമ്പർ പാർട്സ് ഏതൊക്കെയാ? 5, ഇവിടെ 5, ഇവിടെ 3. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാം? 5 × 5 × 3 ഇൻറ്റു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? റൂട്ടാണ്. √5 ഇൻറ്റു ഇവിടെ എന്താ വരുന്നത്? √5 ഇൻറ്റു √3 ഇൻറ്റു ദെൻ √5 ഇൻറ്റു √5. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അഗെയിൻ 5 × 5 × 3 എത്ര വരും? 5 × 5 25, 25 × 3 75. ഓക്കെ, ഇനി റൂട്ട് ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. √5 ഇൻറ്റു ഇവിടെ √5, ഇവിടെ √5, രണ്ട് √5 ഉണ്ട്. √5 × √5 എത്രയാണ്? 5 ആണ്. അപ്പൊ അവിടെ 5 എഴുതി. ഇൻറ്റു അഗെയിൻ ഇവിടെ എന്തുണ്ട്? √3 ഉണ്ട്. √3 പിന്നെ ഒരു √5 കൂടി ഉണ്ട്. അപ്പൊ അത് ഒരുമിച്ച് എഴുതാം. √3 ഇൻറ്റു √5. ഓക്കെ, ഇനി 75 × 5 എത്രയാ വരാ? 75 × 5, 5 × 5 20. ഓക്കെ, 375 എന്ന് വരാം. 375. ഇനി √3 × √5 എത്രയാ വരാ? √15. അപ്പോ √15. അപ്പൊ 375 √15 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത്, ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 375 √15 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഏരിയ. അപ്പോൾ ഗ്രാസ് പ്ലാന്റ് ചെയ്യാനായിട്ട് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഏരിയ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ എത്രയാണ്? 375 √15 മീറ്റർ സ്ക്വയർ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ചുറ്റും വേലി കെട്ടണം. വേലി കെട്ടാനായിട്ട് നമുക്ക് ആദ്യം അതിന്റെ പെരിമീറ്റർ അറിയണം. ഈ ട്രയാങ്കുലർ പാർക്കിന്റെ പെരിമീറ്റർ അറിയണം. പെരിമീറ്റർ ഓഫ് ദ പാർക്ക് എത്രയാണ്? ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. AB + BC + AC. അത് 250 മീറ്റർ ആണ്. നമ്മൾ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് ഗേറ്റിന് വേണ്ടി അവിടെ വിട്ടത്? ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ ആണ് അവിടെ വിട്ടിട്ടുള്ളത്. കണ്ടോ? ഗേറ്റ് വെക്കാനായിട്ട് 3 മീറ്റർ ആണ് അവിടെ സ്പേസ് വിട്ടിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഈ ട്രയാങ്കുലർ പാർക്കിന് ചുറ്റും നമുക്ക് വേലി കെട്ടാനായിട്ട് വേണ്ടി വരുന്ന വയറിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ലെങ്ത് ഓഫ് ദ വയർ നീഡഡ് ഫോർ ഫെൻസിങ്. ഫെൻസിങ്ങിന് വേണ്ടി വരുന്ന വയറിന്റെ നീളം കണ്ടുപിടിക്കണം. അത് എത്രയാണ്? ആകെ പെരിമീറ്റർ ആയിരിക്കും അല്ലേ അത് വരിക. പക്ഷെ ഇവിടുത്തെ കേസിൽ 3 മീറ്റർ ഗേറ്റിന് വേണ്ടി വിട്ടത് കൊണ്ട് നമുക്ക് പെരിമീറ്ററിൽ നിന്ന് 3 മീറ്റർ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു മെഷർമെന്റ് ആയിരിക്കും ആകെ വേലി കെട്ടാൻ വേണ്ടി വരുന്ന വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 250 മീറ്ററിൽ നിന്ന് 3 മീറ്റർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 247 മീറ്റർ ആണ് അവിടെ വേലി കെട്ടാൻ വേണ്ടി വരുന്ന വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ഫെൻസിങ്, അതായത് 1 മീറ്റർ വയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. 1 മീറ്ററിന് നമ്മൾ കൊടുക്കേണ്ടത് 20 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 247 മീറ്ററിന് എത്ര കൊടുക്കണം എന്ന് നോക്കാം. 247 × 20 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 247 × 20. ഓക്കെ, അപ്പൊ ഇത്രയും റുപ്പീസ് ആയിരിക്കും നമുക്ക് കോസ്റ്റ് ഓഫ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. അതായത് അവിടെ ആകെ വേലി കെട്ടാൻ വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് 247 × 20 ആണ്. 247 × 4940 റുപ്പീസ് ആയിരിക്കും അവിടെ ആകെ വേലി കെട്ടാനായിട്ട് വേണ്ടി വരുന്ന ചെലവ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആദ്യം ഒരു ട്രയാങ്കുലർ, നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഓരോന്ന് ചെയ്തു നോക്കാൻ. ആദ്യം ഒരു ട്രയാങ്കുലർ പാർക്ക് ഉണ്ടായിരുന്നു. ആ ട്രയാങ്കുലർ പാർക്കിന്റെ ഉള്ളിൽ ഗ്രാസ് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അതിന് വേണ്ടിയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് അതിന് ചുറ്റും നമുക്ക് വേലി കെട്ടണം. വേലി കെട്ടണമെങ്കിൽ എന്ത് വേണം? എത്ര മീറ്റർ വയറ് വേണമെന്ന് കണ്ടുപിടിക്കണം. ആ വയറിന് നമുക്ക് എന്ത് പെരിമീറ്റർ, ആ വയറിന്റെ നീളം എന്ന് പറയുന്നത് പെരിമീറ്ററിന് ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു കേസ് പറഞ്ഞിട്ടുള്ളത് 3 മീറ്റർ ഗേറ്റിന് വേണ്ടിയിട്ട് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പെരിമീറ്ററിൽ നിന്ന് 3 മീറ്റർ മൈനസ് ചെയ്യുന്ന ആൻസർ ആയിരിക്കും എന്ത്? ഗേറ്റ് ആകെ വേലി കെട്ടാൻ വേണ്ടി വരുന്ന വയറിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 മീറ്റർ വയറിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. സോ 247 മീറ്ററിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 4940 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ.